ക്രിസ്മസ് ആയിട്ട് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ കൊണ്ടോട്ടി മാർക്കറ്റ് വരെ ഒന്ന് പോകണം. കുറച്ച് ബീഫും മീനും ചിക്കനൊക്കെ ഒന്ന് വാങ്ങാനുണ്ട്. എന്തായാലും ക്രിസ്മസിലെ കുറിച്ച് ആ ഒരു ആർഭാട ഊണുണ്ടാക്കാമെന്ന് കരുതി. ഇന്നാണെങ്കിൽ ശ്യാമിന് ലീവൊന്നുമില്ല, ആൾക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഞങ്ങളെ ഇതൊക്കെ വാങ്ങിച്ച് തന്ന് വീട്ടിലാക്കിയിട്ട് വേണം ആൾക്ക് പോകാനായിട്ട്. എന്തായാലും ഇനി രാത്രിത്തേക്കേ എത്തുള്ളൂ, അതുകൊണ്ട് ഊണ് ഞാൻ രാത്രിത്തേക്ക് റെഡിയാക്കാമെന്ന് കരുതി. അങ്ങനെ ഉച്ച തൊട്ട് എൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മീൻകറിയും മോരുകറിയും ഉണ്ടാക്കിയത്, കാരണം രാത്രിത്തേക്കാകുമ്പോഴത്തേക്കും കുറച്ച് പുളിയൊക്കെ പിടിക്കാനായിട്ടാണ്. അങ്ങനെ ബീഫും ചിക്കനൊക്കെ ഏകദേശം മസാലയൊക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മാങ്ങ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കാനായിട്ട്, ഇന്നെല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ തോരൻ വന്നിട്ട് കേബേജാണ് എടുക്കുന്നത്. അതിനിടയിൽ ഞാൻ എൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് അവരോട് സംസാരിച്ചു കുറച്ച് നേരം. പിന്നെ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ക്രിസ്മസ് കരോള് പോലത്തെ പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു വൈബ് വരാൻ വേണ്ടി കുറച്ച് നേരം പാടും തുള്ളുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കണം. ലാസ്റ്റിലേക്കാണ് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ പായസം എല്ലാം അടുപ്പത്ത് വെച്ചു. പിന്നെ ലാസ്റ്റിലേക്ക് അപ്പം ഉണ്ടാക്കി. പിന്നെ ചിക്കൻ വറുക്കാനുണ്ടായിരുന്നു. ബീഫൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആക്കി ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പ വേവിച്ചു, മീൻകറി, ക്യാബേജ് തോരൻ, പിന്നെ ബീഫ് വരട്ടിയത്, ചിക്കൻ വറുത്തത്, അപ്പം, മോരുകറി, ചോറ്, പപ്പടത്തിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.